സാധാരണ പറയാറുണ്ടല്ലോ മുളയിലേ നുള്ളിക്കളയണം എന്നുള്ളത്. അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. വേറെ ഒന്നുമല്ല, സൈക്കോളജിയിൽ സ്വഭാവം രൂപീകരിക്കുന്നതിന് ഒരു പാറ്റേൺ ഉണ്ട്. പ്രത്യേകിച്ച് കുട്ടികളുടെ സ്വഭാവം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനെ പറയുന്നത് ABC എന്നാണ്. A എന്ന് പറയുന്നത് ആൻറ്റിസിഡൻറ്റ്, B എന്ന് പറയുന്നത് ബിഹേവിയർ, C എന്ന് പറയുന്നത് കോൺസിക്വൻസ്. ആൻറ്റിസിഡൻറ്റ് എന്ന് പറയുന്നത് ബിഹേവിയർ ഉണ്ടാവാൻ കാരണമായി തീരുന്ന സാഹചര്യമോ വസ്തുക്കളോ എന്ത് വേണമെങ്കിലും ആവാം. ബിഹേവിയർ എന്ന് പറയുന്നത് കുട്ടി കാണിക്കുന്ന ബിഹേവിയർ അല്ലെങ്കിൽ ആ വ്യക്തി കാണിക്കുന്ന ബിഹേവിയർ. കോൺസിക്വൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിനോട് നമ്മൾ പ്രതികരിക്കുന്നത്, അതാണ് കോൺസിക്വൻസ്. സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു കുട്ടി ഫോണിന് വേണ്ടി 1 മണിക്കൂറോളം കരഞ്ഞു. ലാസ്റ്റ് പേരൻറ്റ് ഫോൺ കൊടുത്തു. ഇവിടെ കാരണമായി തീരുന്നത്, ബിഹേവിയറിന് കാരണമായി തീരുന്നത് ഫോണും, ബിഹേവിയർ എന്ന് പറയുന്ന കുട്ടി കരയുക, കോൺസിക്വൻസ് എന്ന് പറയുന്നത് പേരൻറ്റ് ആ ഫോൺ കൊടുക്കുക. ഇവിടെ ഇതൊരു സൈക്കിളിലാണ് ഓടുന്നത്. ഇത് ജനറലൈസ് ചെയ്യും. പല വിഷയത്തിലും കുട്ടി കരയും, നിർബന്ധം പിടിക്കും. അപ്പോൾ എല്ലാം ഈ ഫോണോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ആവാം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൈക്കിൾ സ്ട്രോങ് ആയി തീരും. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ഒരു 10-15 വർഷത്തോളം ഈ ഒരു ബിഹേവിയർ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടിയുടെ വാശിയും പ്രശ്നങ്ങളും ബിഹേവിയറൊക്കെ ഏത് ലെവലിൽ എത്തി നിൽക്കുമെന്ന് ഒന്ന് ഇമാജിൻ ചെയ്യും. എൻ്റെ അടുത്ത് പല പേരൻസും വന്ന് പറയാറുണ്ട്, കുട്ടികൾ ഒത്തിരി എന്നെ അടിക്കുക അല്ലെങ്കിൽ ബാഡ് വേർഡ്സ് പറയുക. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് സംഭവിച്ച കാര്യമല്ല. പല സമയങ്ങളിലായിട്ട്, പല വർഷങ്ങളായിട്ട് ഈ ഒരു പാറ്റേൺ സ്ട്രോങ് ആയി മാറുന്നതാണ്. അപ്പോൾ ചില സ്വഭാവങ്ങൾ മുളയിലേ നുള്ളിക്കളയണം, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമായിട്ട് മാറും. കുട്ടിയുടെ ഗ്രോത്തിന് തന്നെ അതൊരു ബാരിയറായിട്ട് മാറും. കുട്ടികളുടെ ബിഹേവിയർ പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്യുക, എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് ആ സമയത്ത് അത് കറക്റ്റ് ചെയ്യുക. ഇപ്പോൾ കുറച്ച് ബിഹേവിയേഴ്സ് സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് മാറ്റുക. ചില സമയത്ത് നമുക്ക് കാരണം മാറ്റാൻ പറ്റുമായിരിക്കാം, എന്നാലും അത് കുറവാണ്, ലിമിറ്റഡ് ആണ്. ബിഹേവിയർ നമ്മുടെ കൈവശമല്ല, പക്ഷേ കോൺസിക്വൻസ് തീർച്ചയായിട്ടും നമ്മുടെ കൈവശമാണ്. അപ്പോൾ കോൺസിക്വൻസ് മാറ്റുക. ചിലപ്പോൾ 1-2 ആഴ്ച കുട്ടി കരഞ്ഞെന്നിരിക്കും, പക്ഷേ അത് കഴിഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവും ഇനി കരഞ്ഞിട്ടും ഒന്നും കാര്യമില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ബിഹേവിയർ മനസ്സിലാക്കുക, കറക്റ്റ് ചെയ്യുക.